നടത്താൻ വന്നോന്നറിയില്ല. നോക്കുമ്പോ അതല്ല സംഭവം അതിന്റെ ഇടയിൽ ഒരു ചെറിയ വാക്ക് വിട്ടുപോയി. എന്താണ്? ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സംഘപരിവാരം നടത്തിയ സ്ഫോടനങ്ങളുടെ ലിസ്റ്റ് പിടിച്ചെടുത്തു. അത് പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പിടിപ്പുകേടാണ്. കാരണം പോപ്പുലർ ഫണ്ട് എവിടെയെങ്കിലും പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ അത് വന്ന് എഴുതിയെടുക്കണ്ടെങ്കിൽ നേരത്തിന് ചെയ്യാനിട്ടല്ലേ അത് മുകളിൽ അറിയാതിരുന്നത്. വെറുതെ അവിടെയും ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് വല്ല പോസ്റ്ററും ഉണ്ടോ, അത് ഒട്ടിക്കുണ്ടെങ്കിൽ അതിന്റെ വിശദാംശം തരണം. ഇന്നിപ്പോ വിളിച്ചിട്ടുണ്ടോ മിക്കവാറും ആരാ വരുന്നത് പ്രസംഗിക്കാൻ? അയാൾ എന്തൊക്കെ ആയിരിക്കും പ്രസംഗിക്കുക? കാരണം ഈ പാവത്തിന് പുറേ പോയി കിടന്നിറങ്ങുള്ളൂ. ഇവിടെ കുത്തിരുന്ന് പ്രസംഗം ചെയ്തെടുത്തിട്ട് കിട്ടുന്ന ശമ്പളം എത്ര ഉള്ളി വാങ്ങാൻ കഴിയൂലല്ലോ. ഈ മഞ്ഞും കൊണ്ട് മൂപ്പരോട് നിൽക്കൂല. നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെ നമ്മൾ പ്രസംഗിക്കുക, അതിലപ്പുറം നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോളി. കാരണം ഞങ്ങൾ ഈ പോലീസിനെതിരൊന്നല്ല. ഞങ്ങൾക്കറിയാം പോലീസുകാർ പാവങ്ങളാണ്. അത് കൊടി പച്ചയാവുമ്പോ അതിന് സിന്ദാബാദ് വിളിക്കും, ചോപ്പാവുമ്പോ അതിന് സിന്ദാബാദ് വിളിക്കും, അതിന് കാവ്യാവുമ്പോ അതിന് സിന്ദാബാദ്. അയക്കളെ ചീത്ത പറഞ്ഞിട്ടോ തല്ലിയിട്ട് ഇവിടെ BJP-ക്കാർ മാർച്ചെടുത്തിട്ട് പോലീസുകാരെ നേരെ കല്ലെടുത്തെറിഞ്ഞു. SFI-ക്കാർ അപ്പുറത്ത് മാർച്ചെടുത്തിട്ട് പോലീസുകാരെ അടിച്ച് തല പൊട്ടിച്ച്. പോപ്പുലർ ഫണ്ടുകാർ ഇന്നേവരെ ഏതെങ്കിലും പോലീസുകാരെ തല അടിച്ച് പൊട്ടിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഞങ്ങളുടെ പണിയല്ല. പോലീസ് ഈ രാജ്യത്ത് ഞങ്ങളുടെ ശത്രുക്കളുമല്ല. ഞങ്ങളുടെ ശത്രുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന്, ഞങ്ങൾ ചെറിയ ചില ആൾക്കാർ ലീഗുകാരൊക്കെ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രസംഗിക്കണട്ടായിരിക്കും. ഞങ്ങൾ എന്തോ ലീഗുകാരെ മെക്കെട്ട് കയറാൻ വേണ്ടി പാവം ഈ ചെറിയ കുറ്റിപ്പുറം പാലം അതിന് പറവൂക്ക് പാലം വരെ ഇങ്ങനെ കൗസലിട്ട് കളിക്കുന്നതിന് ഞങ്ങളെങ്ങനെ നടക്കാം? ഞങ്ങളുടെ ശത്രു ഒന്ന് അമേരിക്കയാണ്. ഈ ജാതി ഊച്ചാളി പാർട്ടിന്റെ പിന്നാലെ നേരം ഉണ്ടായിട്ടില്ല, വേറൊന്നും ഉണ്ടായിട്ടില്ല. നേരം 5 മന്ത്രിമാരെ കിട്ടി കഴിച്ച് ഞങ്ങളാണ് ഇവിടെ എന്നുള്ള വിചാരമായി നടക്കും. ഇവിടെ കളിച്ചോളിങ്ങൾ. ഞങ്ങൾ വല്ല മുസാഫർ നഗറിലോ അല്ലെങ്കിൽ ആസാമിലോ ഒക്കെ ഞങ്ങൾ പോയിട്ട് ചെറിയ ചെറിയ പരിപാടി, ചെറിയ വീടുണ്ടാക്കി കൊടുക്കുക, ചെറിയ മദ്രസ ഉണ്ടാക്കി കൊടുക്കുക, സ്കൂൾ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ഇവിടെ കുറെ മുസ്ലിം സമുദായ നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ യാതൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്ന സമയത്ത് എല്ലാരും വിളിച്ചു വിട്ടിട്ട് ചോദ്യം, ഞമ്മക്ക് പെൺകുട്ടികളൊക്കെ 16 വയസ്സ് കെട്ടിച്ചാന്താ? വെറുതെ ഈ രാജ്യത്ത് എന്തോ പ്രശ്നമുണ്ടോ? ഇവിടെ ആരോ കെട്ടിക്കണം എന്ന് പറഞ്ഞു. ആരോ കെട്ടിച്ചോ? ഒന്നുമില്ല. വെറുതെ എല്ലാത്തിനെയും വിളിച്ചു വിട്ടിട്ട് ചോദിക്കാം, നമ്മ കെട്ടിച്ചാന്താ? അപ്പൊ പാവപ്പെട്ട ഉസ്താദുമാര് ബലി പറഞ്ഞു നമ്മ കെട്ടിച്ചാം. ശരീരത്തിൽ പാവൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ കാര്യം ചെയ്യാം, സുപ്രീം കോടതി പോവുക. എന്തിന്? ഇവിടെ ഒരു പ്രശ്നമില്ല. നമ്മൾ കെട്ടിച്ചോ സുപ്രീം കോടതി പോവുക 16 വയസ്സിൽ. എന്നാ പോവുക. അയച്ചയുടെ പാവം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ഞങ്ങൾ സുപ്രീം കോടതി പോവാണ്, 16 വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിക്കണം, അത് ശരിയത്താണ്.